വർണ്ണം ഗുണകർമാനുഷ്ഠാനത്തിലാണെന്ന് പറയുമ്പോഴും മഹാഭാരതത്തിൽ കർണന്റെ ജന്മത്തിന്റെ പേരിൽ സൂതപുത്രനായിരിക്കെ ക്ഷത്രിയർക്കും ബ്രാഹ്മണർക്കും അനുവദിച്ചിട്ടുള്ള ശസ്ത്രാസ്ത്രവിദ്യ തടയപ്പെട്ടില്ലേ? സൂതപുത്രൻ എന്ന് വിളിച്ച് പാണ്ഡവർ ഉൾപ്പെടെ അപമാനിച്ചില്ലേ? അപ്പോൾ ആ കാലഘട്ടം മുതൽക്കേ വർണ്ണം ജാതിയായി പരിഗണിക്കപ്പെട്ടിരുന്നോ? പ്രസക്തമായ ചോദ്യമാണ്. മഹാഭാരതത്തിൽ പലപ്പോഴും വർണ്ണത്തിന്റെ ശാസ്ത്രീയ സിദ്ധാന്തം നമ്മൾ കാണുമ്പോൾ തന്നെയും ജാതീയതയും കാണുന്നു. ഇത് സത്യമാണ്. ഇതൊക്കെ വളച്ചൊടിച്ചിട്ട് വെള്ളം പൂശേണ്ട ആവശ്യമൊന്നും നമുക്കില്ല. രാമായണത്തിൽ വളരെ ചുരുക്കം സന്ദർഭത്തിലേ അതുള്ളൂ. ആകെ എൻ്റെ ഓർമ്മയിൽപ്പെട്ടവർക്ക് ഒറ്റ സന്ദർഭത്തിൽ രാമായണത്തിൽ ദശരഥന്റെ അമ്പേറ്റ് മുനികുമാരൻ മരിച്ചപ്പോൾ ആ മുനികുമാരന്റെ അച്ഛൻ ദശരഥനെ സമാശ്വസിപ്പിച്ചുകൊണ്ട് ബ്രഹ്മഹത്യാദോഷം നിനക്ക് വരില്ല എന്ന് പറയുന്നൊരു ഭാഗം അവിടെ മാത്രമേ ഉള്ളൂ രാമായണത്തിൽ ജാതീയത കാണുന്നതായി. പക്ഷേ മഹാഭാരതത്തിൽ അതല്ല. മഹാഭാരതത്തിൽ പല സ്ഥലത്തും ശാസ്ത്രീയമായ വർമ്മസിദ്ധാന്തം നിലനിൽക്കെ തന്നെ ഈ പറഞ്ഞ പോലെയുള്ള ജാതീയത കാണുന്നുണ്ട്. ശസ്ത്രാസ്ത്രവിദ്യ അത് ക്ഷത്രിയർക്കുള്ളതാണ്, ശസ്ത്രാസ്ത്രവിദ്യ ബ്രാഹ്മണർക്കുള്ളത് അല്ല. സൂതപുത്രൻ എന്ന് വിളിച്ച് പാണ്ഡവർ ഉൾപ്പെടെ അപമാനിച്ചില്ലേ? അപമാനിച്ചു. അപ്പോൾ ആ കാലഘട്ടം മുതൽക്കേ വർണ്ണം ജാതിയായി പരിണമിക്കപ്പെട്ടിരുന്നോ? പൂർണ്ണമായിട്ട് പരിണമിച്ചു എന്ന് പറയാൻ വയ്യ. പക്ഷെ അതിൻ്റെ ഒരു ഭാവം നമുക്ക് കാണാൻ സാധിക്കില്ല. ഇല്ലാന്ന് പറഞ്ഞാൽ ശരിയല്ല. കൃഷ്ണൻ എന്തുകൊണ്ട് ഇതിനെതിരെ ശബ്ദിച്ചില്ല? കൃഷ്ണൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ശ്രീകൃഷ്ണന്റെ വായിൽ നിന്നൊരു വാക്ക് വന്നത് നമ്മൾ ഓർക്കുന്നില്ല മഹാഭാരതത്തിലേക്ക്. ഇനി പിന്നീട് യുദ്ധസന്ദർഭത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം. അതിന് ശ്രീകൃഷ്ണന് വ്യക്തമായ ലക്ഷ്യമുണ്ടായിരുന്നു. അധർമ്മത്തിന്റെ ഭാഗം കൂടിയ സർവരെയും നശിപ്പിക്കാൻ ഏതറ്റം വരെയും ഏത് വഴിയും മനഃശാസ്ത്രപരമായി ഒരാളെ കീഴ്പ്പെടുത്താൻ എന്തും ചെയ്യാം എന്ന് ശ്രീകൃഷ്ണൻ അനുവർത്തിച്ചിട്ടുണ്ട് മഹാഭാരതം. സർവധർമ്മശാസ്ത്രങ്ങളും വിദ്യയും അറിയുന്ന ഭീഷ്മരും ദ്രോണരും എന്തേ ഇതിനെ അനുകൂലിച്ചത്? ഭീഷ്മരും ദ്രോണരൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, എല്ലാവരും പണത്തിന്റെ ദാസന്മാരാണ്, പണം ആരുടെയും ദാസനല്ല. അതുകൊണ്ട് ഉണ്ട ചോറിന് മൂട് കാണിക്കാൻ അവർ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത്? അർത്ഥസ്യ ദാസ സർവേഭി നാർത്ഥോ ദാസോ ഹി കസ്യചിത്. എല്ലാവരും പണത്തിന്റെ ദാസന്മാരാണ്, പണം ആരുടെയും ദാസനല്ല എന്ന് ഭീഷ്മരാ പറഞ്ഞേ. പിന്നെ അയാളിൽ നിന്ന് അങ്ങനെയല്ലാണ്ട് പ്രതീക്ഷിക്കാം. അധികാരസ്ഥാനത്തുള്ളവർക്ക് എതിരായിട്ട് കാമാം ഉണ്ടാതിരിക്കുക, അധികാരസ്ഥാനത്തുള്ളവർ എന്ത് തെറ്റ് ചെയ്താലും അതിനെ കൂട്ടുനിൽക്കുക. ഇതാണ് ഭീഷ്മർ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഉള്ളിൽ നോവുന്നുണ്ടാവും. കാരണം വിദ്വാനല്ലേ, ഞാൻ ചെയ്യുന്ന തെറ്റാണെന്ന് അറിയാം. ഇത് മാത്രമൊന്നുമല്ല, ഭീഷ്മർ ചെയ്ത അത്യബദ്ധങ്ങളൊക്കെ. അതുകൊണ്ടല്ലേ ശരശയ്യർ നേറേണ്ടി വന്നത്. ക്ഷത്രിയന്മാർക്ക് അക്കാലത്ത് സ്ത്രീകളെ തട്ടിക്കൊണ്ടുവരാൻ അധികാരമുണ്ട്. പക്ഷെ തട്ടിക്കൊണ്ടുവരാൻ കല്യാണം കഴിക്കണം. ഇയാൾ പോയി തട്ടിക്കൊണ്ടുവന്നു 3 പെൺകുട്ടികളെ. അപ്പൊ ഇയാൾ എന്ത് ചെയ്യണം? 3 പേരെ കല്യാണം കഴിക്കണം. കഴിച്ചുവോ? ഇല്ല. വേറെ ഉള്ളവർക്ക് വേണ്ടില്ല, അത് ചെയ്യാൻ പാടില്ല. എന്തൊരു തെറ്റാതൊക്കെ. എന്നിട്ടല്ലേ അമ്മേൻ്റെ അടുത്ത് ശാപം ഏൽക്കേണ്ടി വന്നത്? ഓർമ്മിച്ചു. ഭീഷ്മർ ദ്രോണർ തുടങ്ങിയവർ സർവ്വവേദങ്ങളും അറിവുള്ളവരായിരുന്നിട്ടും ദ്രോണർ സർവ്വവേദം അറിയുന്ന ആരാ പറഞ്ഞത്? എനിക്ക് തോന്നിയിട്ടേ ഇല്ല. ദ്രോണർ അസ്ത്രവിദ്യയിൽ പ്രഗത്ഭനാണ്. ധനുർവേദത്തിൽ ദ്രോണരെ കവച്ചു വെക്കാൻ ആരുമില്ല. അല്ലാണ്ട് മറ്റ് വേദജ്ഞാനമൊക്കെ അയക്കുണ്ടോ എന്ന് സംശയമാണ്. മാത്രമല്ല വെറും സ്വാർത്ഥ പ്രേരിതനായിട്ട് മാത്രമാണ് ദ്രോണർ പ്രവർത്തിച്ചത്. ദ്രോണർക്ക്
കൗരവരുടെ ഗുരുസ്ഥാനം ലഭിക്കാൻ വേണ്ടി അയാൾ വന്നത് തന്നെ എന്തിനാ? ദ്രുപദരോടുള്ള പ്രതികാരത്തിന് വേണ്ടി മാത്രം, അല്ലാണ്ട് ഇവരെ പഠിപ്പിച്ച് നന്നാക്കാനല്ല. എങ്ങനെയുണ്ട് ദ്രുപദരോട് പ്രതികാരം ചെയ്യാൻ? ആ ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. നിർവേദത്തിൽ അദ്വിതീയ ജ്ഞാനമുണ്ടാണ്. അത് നമ്മൾ ബഹുമാനിക്കാണ്ട് വരും. അത് ബഹുമാനിച്ചേ മതിയാവും. പക്ഷെ സർവശാസ്ത്രമൊന്നും പറയാൻ വയ്യ. എന്തുകൊണ്ട്? സ്വന്തം ധർമ്മം എന്തെന്ന് സംശയാലുക്കൾ അവർക്ക് സംശയം ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണല്ലോ അവർ തുറന്നു പറഞ്ഞത്. എല്ലാവരും ചില്ലാനത്തിൻ്റെ ദാസന്മാരാണ്, ചില്ലാൻ ആരുടെയും ദാസനല്ലാതെ തുറന്നു പറഞ്ഞില്ലേ. അതിൽക്കുള്ള എന്ത് വേണം പാവം? അതുകൊണ്ട് അധർമ്മപക്ഷത്തോടൊപ്പം നിന്നു. അതാണ് ഉണ്ടായത്.